സാറ് ഇത്രയും കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. സാർ നമ്മൾ ഒരുപാട് സീനിയറായി മാറുന്നുണ്ട്. ഇപ്പം സിനിമയുടെ ആ ഒരു വീഡിയോ വന്നപ്പം മറ്റേ സ്റ്റാഫ് റൂം കത്തിച്ച സീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതുവരെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേഴ്സണൽ ലൈഫില്? ഞാൻ പഠിത്തം മാത്രമായിരുന്നു. ഫസ്റ്റ് ബെഞ്ചറായിരുന്നു. കാരണം ലാസ്റ്റ് ബെഞ്ചർ. ബേസിലൊക്കെ ഷർവാണി ഇട്ട് കോളേജിൽ പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പല കഥകൾ ഷർവാണി ഇട്ട് കോളേജിൽ പോയാൽ എന്താ കുഴപ്പം? അപ്പൊ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലേ? അതാ ഇത്ര ഷർവാണി ഇട്ടൊന്നും പോയിട്ടില്ല. ഇതൊന്നും ഷർവാണിയിൽ ഒരു വ്യത്യസ്തതയില്ല. ഒരു ദിവസം കാട്ടാളന്റെ വേഷം ഇട്ട് പോയിട്ടുണ്ട്. അയ്യോ ഷർവാണി അപ്പൊ ഞാൻ ബേതട്ടോ എനിക്കൊന്നും ഇടണ്ട വന്നിട്ടില്ല. അതിന് മുമ്പേ ഞാൻ സ്കൂളിൽ നിന്ന് ഞാനൊക്കെ ആണെങ്കിലും അപ്പുറത്തിരുന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച് ഇപ്പുറത്തായി പോയ ആളാ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോയി എന്റെ ബാല്യം പോകുമ്പോ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രത്യേകത സംസാരിക്കുന്നേ. നിങ്ങൾ ആരെങ്കിലും കോളേജ് ടൈമിൽ ഒരു സിഗ്മ കളിച്ചിട്ടുണ്ടോ? കോളേജിൽ പോയാലല്ലേ, ആകെ ബേസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അത് മറ്റേ ഫാൻസി ഡ്രസ്സിന് പഠിക്കാനൊന്നും പോയതല്ല. ഓരോ ദിവസം ഓരോ ഡ്രസ് ഇട്ട് പോകാനെ കൊണ്ടാണ് അഡ്മിഷൻ പോലും എടുത്തത്. അത് CAT വലിയ ടോപ്പ് കോളേജ്. നാടകം കളിക്കുന്നവർ എന്താണോ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടിക്കറിയും തെറ്റാതെ ഡയലോഗ് പറയാൻ പറ്റുവാണോ നിനക്കൊക്കെ? എനിക്ക് എളുപ്പമുള്ളതാ. കൊല്ലൂന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. ഇത് നമ്മുടെ അവളപ്രഭൊന്നും അല്ല, ഇത് കലാഭവൻ മണി. നമ്മുടെ ഇത് MLA അല്ലല്ല, ഇത് ചോട്ടാ മുംബൈ. ഞാനാ പറഞ്ഞ ചോട്ടാ മുംബൈ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. വെൽക്കം ബാക്ക് ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മരണമാസം എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളുമായി സിജു സണ്ണി, രാജേഷ് മാധവൻ, ബേസിൽ ജോസഫ്, അനീഷ്മ, പിന്നെ നമ്മുടെ സ്വന്തം സുരേഷ് കൃഷ്ണ സർ. വെൽക്കം ടു ദ ഷോ. എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷം. എന്തൊക്കെയാണ് മരണമാസ് സിനിമയുടെ വിശേഷം? നിങ്ങളുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ടാണെങ്കിലും ഓരോ സിനിമയുടെ അപ്ഡേറ്റ്സ് വരുമ്പോഴൊക്കെ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്ററിലാണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ മറ്റേ ബ്ലഡ് സ്റ്റെയിനും താഴെ ഒരു ഡെഡ് ബോഡി, വേറൊരെണ്ണത്തിൽ ബാക്കിൽ മോളിവുഡിൻ്റെ റെഫറൻസ്, പിന്നെ ടീഷർട്ടിൽ അതിൻ്റെ റെഫറൻസ്, കുറേ റെഫറൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഴത്തിൽ മരണമാസ് വരുന്നതും പിന്നെ എല്ലാവരുടെയും ഗെറ്റപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്താ, ഒരു മരണക്കളിയാണോ മാസാണോ, എന്താണ് ശരിക്കും മരണമാസ്? വിശേഷങ്ങൾ പറയും. പോസ്റ്ററിലുള്ളതെല്ലാം അത് പവിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവനാണ് ഈ ബാക്ക് ഹോളിവുഡും ഒക്കെ അവൻ്റെ പരിപാടികളാണ് നല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മരണമാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരക്കളിയൊന്നും അല്ല, അത് അവൻ കുറച്ച് കളർ കയറ്റി അടിച്ചിരിക്കുന്നതാണ്. പടത്തിലില്ല. ഇതൊരു ചെറിയ സിനിമ, എല്ലാവർക്കും കണ്ട് ചിരിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. ഒരു ഫൺ ഫിൽഡ് സിനിമയാണ്. ഈ ചെറിയ സിനിമ എന്ന് പറയുമ്പം നിങ്ങൾ ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ടും കമന്റ് സെക്ഷനിലൊക്കെ കാണുന്നതുകൊണ്ടും കോടീശ്വരനായ ഒരു പ്രൊഡ്യൂസറിനെ ലക്ഷ്യപ്രഭു ആക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ചെറിയ സിനിമയാണ്. എന്തായാലും ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ വരുത്തി, ഇപ്പൊ സിനിമ ഇറങ്ങാറായി, എത്ര കോടി അടിക്കുന്നതായിരിക്കും ഒരു പ്രഡിക്ഷൻ? ഒന്ന് പറയാം, എല്ലാവരും ഒരു സജഷൻ പറയും. നഷ്ടമില്ലാതെ പ്രൊഡ്യൂസർമാർക്കൊക്കെ മുടക്കിയ പൈസ പിന്നെ കുറച്ചുകൂടെ കിട്ടണം, അത്രയൊക്കെയുള്ള നമ്മുടെ ആഗ്രഹം. ഒരു 50 കോടി 100 കോടി അങ്ങനെയൊക്കെ. ബേസിലിക്കടെ പിന്നെ എല്ലാ പടങ്ങളും അങ്ങനെയാണല്ലോ. അത് ഞാൻ കണ്ടിരുന്നു. ടോവിനോ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നാൾക്ക് മുന്നുള്ള ഇന്റർവ്യൂല് അടുത്ത പ്രൊഡക്ഷൻ ഏതാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സൂപ്പർ സ്റ്റാർ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ബേസിലിനെ വെച്ച് ചെയ്യുന്ന വളരെ കോടികൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് എന്ന് പറയുന്നത്. എല്ലാരും അത് പറയുന്നു, ഞാനത് കണ്ടിട്ടില്ലേ? നടികരുടെ സമയത്ത് വളരെ സീരിയസ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറ്റി അങ്ങനെ വല്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പേര് പറയുമ്പോ സാറ്റലൈറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിലിന്റെ വലിയൊരു സ്റ്റാർ. സത്യമാണ്, അത് മറ്റൊരു കാര്യം. എന്നാലും ഒരു എത്ര
നിങ്ങൾക്ക് ശരിക്കും എങ്ങനെ ഇത്ര ടൈം കിട്ടും? നമ്മൾ കാണാറുണ്ട് കുറച്ച് സെലിബ്രിറ്റീസ് ആയി കഴിഞ്ഞു, അത്യാവശ്യം വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. ഇത് ചേട്ടനെയൊക്കെ ഏതൊരു ആളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും സുചേട്ടന്റെ കമന്റ് അതിലുണ്ടാവും. അതെന്തെങ്കിലും ഒരു മാസ സാധനമായിരിക്കും. പണിയൊന്നും ഇല്ലല്ലോ, ഒത്തിരി തിരക്കുള്ളത് കൊണ്ടാണല്ലോ അവര് മാനേജർ. എനിക്ക് അങ്ങനെ ഒത്തിരി പടങ്ങളൊന്നും. ചേട്ടനെ മാത്രമല്ല, ബേസിലേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് കമന്റ്സ് ഇടുകയും ചെക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട് ഇതെല്ലാം. ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മുടെ ഇവിടുത്തെ കാലഘട്ടത്തിൽ ഭാഗമല്ലേ. അപ്പൊ എന്തായാലും കയ്യിലെപ്പോഴും ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്കാണെങ്കിലും ഒക്കെ ഇത് നോക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടാറുണ്ട്. ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരുപാട് സമയം കിട്ടും. ഇതൊക്കെ നോക്കിയാൽ വേറെ വഴിയൊന്നുമില്ല. ഇപ്പോഴും നോക്കാം, ഇന്റർവ്യൂ ശ്രദ്ധിക്കരുത് നോക്കാം. അയ്യോ അങ്ങനല്ല, ഷൂട്ടിന്റെ ഇടയ്ക്ക് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഞാൻ ആക്ച്വലി അനീഷ്മയുടെ കുറച്ചും കൂടെ ഇങ്ങനെ ഷൂട്ട് ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കുറച്ച് കൂടുതൽ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. എപ്പോഴും സ്റ്റോറീസിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ മരണമാസിന്റെ തന്നെ മറ്റേ ഇഡ്ലി തീറ്റ മത്സരം കണ്ടു, പിന്നെ സിജു സണ്ണി നീതി പാലിക്കുക, വാഴയുടെ ചെലവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ശരിക്കും ലൊക്കേഷൻ ഭയങ്കര ഒരു ഫൺ ഫീൽഡ് ആയിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അനീഷ്മയ്ക്ക് കുറച്ചും കൂടെ ഇപ്പൊ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും. ഫസ്റ്റ് ദിവസം മുതൽ ലാസ്റ്റ് ദിവസം വരെ ഭയങ്കര ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പം എല്ലാവരും ഭയങ്കര, ഞാൻ പുതുതായിട്ടല്ല എന്ന് വെച്ചാൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടും ഒക്കെ ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ പിന്നെ സെറ്റിൽ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ സിജുസണ്ണി എന്നിട്ട് വാക്ക് പാലിച്ചോ? എന്തായിരുന്നു മന്തി, ഫലൂഡ, കുറെ കാര്യങ്ങൾ. വാഴ റിലീസായ സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ പോയി പടം കാണണം. പടം കണ്ടു കഴിഞ്ഞാൽ ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തം കണ്ടില്ല. വളരെ കുറച്ച് പേരാണ് ലൊക്കേഷൻ ചോദിച്ചാൽ പറയുക ഷൂട്ടിൻ്റെ ഇതായി ടയർഡായി രാത്രി ഉറക്കമായി, വളരെ കുറച്ച് പേര് മാത്രമേ. പിന്നെ ഞാൻ ഇതിന് ആർക്കും മേടിച്ചു കൊടുക്കണം. അത് ഭയങ്കര മോശം. പിന്നെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും വാഴ കണ്ടതാണോ? ഞങ്ങൾ കണ്ടതാ. എന്നിട്ട് ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു? ഇല്ല. അത് പിന്നെ എപ്പോഴാ ആ സമയമൊക്കെ കഴിഞ്ഞ് എനിക്കൊരു സമയമില്ലേ? ഓ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിന്നെ ഇനിയിപ്പോ അത് ആ സമയത്ത് തന്നെ പോയി കണ്ടിരുന്നെങ്കിൽ വേറെ കാരണമായേനെ. ഓരോ ഞാൻ കണ്ടു മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത് സ്വന്തം പൈസക്ക് വാങ്ങി തരുന്നത് വരെ സമരമായിരിക്കും. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, 1-2 ബേസിലല്ലേ ഒന്ന് രണ്ട് ചെലവ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട് നിന്റെ ചെലവാക്കി മാറ്റി ആണല്ലേ. ദുബായ് ചോക്ലേറ്റ് ഞാൻ മരണത്തോട് മല്ലടിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവന്നത്. അല്ലല്ല, അത് അതിന് മുമ്പാ, രണ്ടാമത്തെ പ്രാവശ്യം മറ്റേ ഞാനല്ലേ അവിടുന്ന് കളക്ട് ചെയ്ത്. ഈ സിനിമ സക്സസ് ആയി കഴിയുമ്പോൾ കൂടെ അഭിനയിച്ചാണെങ്കിൽ ഇവർക്ക് അപ്പോൾ ട്രീറ്റ് കൊടുക്കത്തില്ലേ? പ്രോമിസ് ആണ്. എന്തുകൊണ്ട് ഫലൂടെയാണോ മന്തിയാണോ എന്താ വേണ്ടത്? ഓ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷ. ഒരു വടയെങ്കിലും കിട്ടിയാൽ ചായ, ഒരു വട അത്രയെങ്കിലും കിട്ടിയാൽ ഈ പടം ഇട്ട് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ചിലവുണ്ട്. ഓക്കെ, ജാങ്കോ സ്പേസ് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. സാറ് ഇത്രയും കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഈ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ കുറച്ച് ഒരുപാട് സീനിയറായി മാറുന്നുണ്ട്. ചേട്ടൻ മതി. സുരേഷ് ചേട്ടൻ ചേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നാലും കുഴപ്പമില്ല. റോയാണ് ഏറ്റവും ഇഷ്ടം. അയ്യോ എനിക്കൊരു മടി. ചേട്ടൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ സിനിമയുടെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ജെൻസി വൈബാണല്ലോ കാണുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ പുറത്തൊക്കെ വെച്ച് കണ്ടപ്പോഴാണെങ്കിലും ഇവരൊക്കെ ചിരിച്ചിട്ട് പോകുന്നു, സാറ് മാത്രം ഒരു ബും പവറൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഇതിലായിട്ട് സാറിനെ പ്ലേസ് ചെയ്തപ്പോൾ എങ്ങനത്തെ ഒരു റോളാണ് ഈ ഒരു സിനിമയിൽ? എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഫൺ എലമെൻ്റുള്ള ക്യാരക്ടേഴ്സാണ്. ഞാനൊരു സാധാരണ ബസ് ഡ്രൈവറാണ് ഈ സിനിമയിൽ. അതിൽ നാഗസൈരന്ദരി ചേച്ചിയുടെ ഒരു ഡീറ്റെയിലിംഗ് കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പോയിട്ട്. അതും ആയിട്ട് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ സിനിമയിൽ? അഭിനയിച്ചിട്ടില്ല, പക്ഷെ അവരുടെ ശബ്ദം യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിലുണ്ട്. അവർ ഡബ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കുറേ കാലമായിട്ട് കല്യാണം നടക്കാതെ പോയി, അല്ലെങ്കിൽ ഓരോരുത്തർ പാര വെച്ചിട്ട് ഓരോ കല്യാണം മുടക്കി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 23ാമത്തെ കണ്ടിട്ടുള്ള പെണ്ണാണ് ാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് തന്നെ നല്ല ഫാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതും ഭയങ്കര പെട്ടെന്ന് തന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്തു. ഒരു സെക്കൻഡ് കൂടെ പോകുന്നതാണെങ്കിലും നാഗചേച്ചിയാണല്ലോ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇത് കുറച്ച് നല്ല ഫൺഫിൽഡ് ആണെന്ന് പറയാം, എല്ലാവരുടെയും ക്യാരക്ടർ ഫൺഫിൽഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ മാത്രം പോസ്റ്ററിലാണെങ്കിലും നമ്മൾ കാണുന്നതിനകത്തൊക്കെ ഭയങ്കര കലിപ്പ് ലുക്കാണ്. അതെന്താ അങ്ങനെ? എൻ്റെ ക്യാരക്ടർ കുറച്ച്
ഒരു സീരിയൽ കില്ലറുടെ ക്യാരക്ടറാണ്. ഓക്കെ, ചുറ്റി കൊണ്ട് അടിച്ചടിച്ച് കൊല്ലുന്നേ. അതെ അതെ, കുറച്ച് അത്യാവശ്യം തമാശയൊക്കെ അതിലും തമാശ ഉണ്ട് കേട്ടോ, അല്ലാതെ അങ്ങനെ ഫുൾ ടൈം സീരിയസ് ക്യാരക്ടർ ഒന്നുമല്ല. സീരിയസ് ക്യാരക്ടർ അല്ല, ഉള്ളതിൽ സീരിയസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ. വിഷമമായോ അത്? എനിക്കോ? സീരിയസ് ആക്കി പോയതിൽ? ഇല്ല, എന്നെ ആരും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിക്കാറില്ല. അങ്ങനെ അത്യാവശ്യം പിന്നെ അങ്ങനത്തെ ക്യാരക്ടർ റയറായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഹിറ്റാവാത്ത സിനിമകളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് എന്താ ഭയങ്കര എൻജോയ് ചെയ്ത. ഇപ്പം സിനിമയുടെ ആ ഒരു വീഡിയോ വന്നപ്പം മറ്റേ സ്റ്റാഫ് റൂം കത്തിച്ച സീനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേഴ്സണൽ ലൈഫിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ വലിയ വികൃതി സസ്പെൻഷൻ ഒക്കെ കിട്ടാൻ ലെവൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പണ്ട് സ്കൂൾ ലൈഫിൽ? ഞാൻ പഠിത്തം മാത്രമായിരുന്നു. സസ്പെൻഷനായിരുന്നോ? അല്ല, ഞാൻ പഠിത്തം മാത്രമായിരുന്നു. കണക്ക്, സയൻസ് അതൊക്കെ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ പോയിരുന്നിരിക്കും. അത്ര ഇഷ്ടമായിരുന്നു എനിക്ക്. ശരിക്കും പറയുന്നതാണോ? അല്ല, എന്നെ കളിയാക്കി. അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല, എല്ലാം പഠിച്ചു, എല്ലാം തീർന്നു പോയി. ഇനി ഒന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞത് ഫസ്റ്റ് ബെഞ്ച് പൊക്കം കാരണം ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു. കാണൂല, ടീച്ചറെ കാണൂല. അപ്പൊ അതുകൊണ്ട് 2-3 മാസം ഫസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തി. പക്ഷെ ബാക്കിലിരിക്കുന്നവർക്ക് കാണാത്തതുകൊണ്ട് ഒത്തിരി കംപ്ലൈന്റ് വന്നു തുടങ്ങി. അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, തോൽവി നേരിടേണ്ടി വരികയും അങ്ങനെ അവർക്ക് വേണ്ടി മാറിക്കൊടുത്ത് അങ്ങനെ അനുഭവം ഉണ്ട് എനിക്ക്. മാറി, പിന്നെ സ്കൂളിൽ നിന്ന് മാറി, പിന്നെ നിർത്തി. വലിയ മാറ്റത്തിന് ഒരുപാട് പേരുടെ ഭാവിക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെച്ചു. വെച്ചാണ്. അല്ല, ബാക്കി ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? എന്തായാലും സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കോളേജ് പഠിക്കുമ്പോൾ മറ്റേ സസ്പെൻഷൻ, അതും മറ്റേ ഈ അല്ലാതെ അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ് മൊത്തം സസ്പെൻഡ് ഒക്കെ ചെയ്യും 5 ദിവസത്തേക്ക്. അതിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ചേട്ടനോ ബേസിലേട്ടനോ സസ്പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ വികൃതി കുരുത്തക്കേട് എന്തെങ്കിലും ഉണ്ടാവും? അതൊക്കെ ഉണ്ട്. ഒരെണ്ണം, ഏതെങ്കിലും ഒരെണ്ണം. കുസൃതിയാ? ഇല്ല, ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു ശരിക്കും. ബേസിലൊക്കെ ഷർവാണി ഇട്ട് കോളേജിൽ പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പലരുടെ കഥകൾ. ഷർവാണി ഇട്ട് എന്താ കോളേജിൽ പോയത്? എല്ലാരും യൂണിഫോം ഇല്ല. ടർബൻ സർദാർജിമാരുടെ. അങ്ങനെ അതെന്നിട്ട് പ്രശ്നം എന്തിനായിരുന്നു? ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ആചാരങ്ങളാ. എന്റെ റൂംമേറ്റ് ഒരു സർദാർജി ആയിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ രാവിലെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. പുള്ളി അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു ദിവസം ചെയ്തുതരാം. അങ്ങനെ രാവിലെ എനിക്കത് കെട്ടി തന്നു. ഞാൻ ഓഫീസിൽ പോയി. എന്നിട്ട് ഇപ്പം എന്തെങ്കിലും ചോദിച്ചു ഓഫീസിൽ ചെന്നപ്പോൾ അവര് അത് കണ്ടിട്ട് പോയിട്ടില്ല. എല്ലാവരും ആ സ്പിരിറ്റിലേ എടുത്തുള്ളൂ. കുഴപ്പമില്ല. ചേട്ടൻ്റെ ആക്ച്വലി ഇത് ഔട്ട് ഓഫ് ദി ടോപ്പിക് ആണെങ്കിൽ ഞാൻ പറയാ, ഷർവാണി ഇട്ട് കോളേജിൽ പോയാൽ എന്താ കുഴപ്പം? അത് എല്ലാ പിള്ളേരും ഷർവാണി ഇട്ടിടുമ്പോൾ ഒരു പ്രശ്നമില്ല, നല്ലതാണ്. ഷർവാണി പോയിട്ടില്ലേ? ഷർവാണിയിൽ ഒരു വ്യത്യസ്തതയില്ല. എന്തോ ഒരു സംഭവം ഞാൻ എന്തോ ഒരു ഫംഗ്ഷൻ അല്ല, ഒരു ദിവസം കാട്ടാളന്റെ വേഷം ഇട്ട് പോയിട്ടുണ്ട്. അയ്യോ, അമ്പമില്ലൊക്കെ ആയിട്ട് ഫാൻസി ഡ്രസ് അല്ല, ഷർവാണി എന്തൊരു ജസ്റ്റ് അനദർ നോർമൽ ഡേ. അതായത് അല്ല, ഈ ഫൈനൽ ഇയർ നമ്മള് ഈ ലാസ്റ്റ് വീക്ക് ഡെമോ വീക്ക് എന്നും പറഞ്ഞിട്ടൊരു വീക്കുണ്ട് ഫൈനൽ ഇയേഴ്സിന്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എല്ലാ സ്റ്റുഡൻസും ബ്ലാക്ക് ഡേ, അപ്പോൾ എല്ലാവരും കറുത്ത പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കളർ പെയിന്റ് അടിച്ചിട്ട് പോകും. അപ്പോൾ ഞാനന്ന് ഇച്ചിരിയോടെ അതിൻ്റെ അമ്പും വില്ലും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം റിവേഴ്സ്, അതായത് നമ്മൾ പെൺപിള്ളേരുടെ ഡ്രസ് ഇട്ടിട്ടും പെൺപിള്ളേർ ആൺപിള്ളേരുടെ ഡ്രസ് ഇട്ടിട്ടും പോകുന്ന ഒരു ദിവസം എല്ലാവരും കോമൺ ആയിട്ട്. അത് സ്കൂൾ കുട്ടിയായിട്ടായിരുന്നു പോയത്. അങ്ങനെ കാട്ടാളന്റെ വേഷം ഷർവാണി ഇട്ടാൽ എന്താ കുഴപ്പം? എന്റെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഞാൻ കേട്ടോ, എനിക്ക് ഇടണ്ട വന്നിട്ട് അതിന് മുമ്പേ ഞാൻ
+2 കഴിഞ്ഞു. ഗുണ്ടാ ഡേ ഉണ്ടായിരുന്നു. എന്താ ഗുണ്ടാ ഡേ, ഗുണ്ട. ചേട്ടൻ ഏത് കോളേജിലാണ് പഠിച്ചത്? തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, CET. ഇപ്പോഴുണ്ടോ കോളേജ്? ഇതൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ പുറത്ത് ഒരു വീഡിയോ പുറത്ത് വരുമ്പോ അതൊക്കെ എല്ലാം ഭദ്രമായിട്ടിരിപ്പുണ്ട്, പുറത്തു വിടൂല. അതൊക്കെ അവിടെ സീറ്റിന്റെ ചുവരുകളിൽ എഴുതി വെക്കപ്പെട്ടു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ഞങ്ങൾക്ക് തരുമോ? അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ താഴെ കാണിക്കാം. ഓക്കെ, വേണ്ട. ഞാൻ ചേട്ടനോട് പറഞ്ഞു വന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമ്മൾ വഴിതെറ്റിപ്പോയി. ഞാൻ പറഞ്ഞില്ല ഔട്ട് ഓഫ് ദി ടോപ്പിക് ആണെന്ന് പറഞ്ഞ് ചേട്ടനോട് പറയാൻ വന്നൊരു കാര്യം. എനിക്ക് ആക്ച്വലി ഇന്ന് ഇന്റർവ്യൂവിന് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. പക്ഷെങ്കിലും ഞാൻ വന്നത് എല്ലാവരെയും കാണണമെങ്കിലും മെയിൻ കാര്യം ചേട്ടനായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പാൽത്തു ജാൻ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടൻ ഓർമ്മ കാണൂല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ വന്നത് പൊന്മാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി, അത് ചേട്ടനെ ഒന്ന് നേരിട്ട് കാണണം, ഒന്ന് പറയണം എന്നുള്ളത്. ആ സമയത്ത് ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അപ്പോൾ തന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ബേസിലായിട്ടും വരുമ്പോൾ എന്നോടൊന്ന് പറയണം, എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വരണം, എനിക്കൊന്നത് പറയാൻ വേണ്ടിയിട്ട്. എങ്ങനെ പറയേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സിനിമ കഴിഞ്ഞിട്ട് ആ തിയേറ്ററിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മനസ്സിലിങ്ങനെ ഭയങ്കര ടച്ച് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ചേട്ടൻ്റെ. അതിനകത്ത് എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഒരു ലോഡ്ജിൽ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഞാൻ കറക്റ്റ് പറയുന്നില്ല, ആ ഒരു സീക്വൻസിൽ മൾട്ടിപ്പിൾ ഇമോഷൻസ് ആണ് കൺവേ ചെയ്യുന്നത്. വാശി, ദേഷ്യം, സങ്കടം എല്ലാം പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു സീക്വൻസിലെ ചേട്ടൻ്റെ ഒരു ആക്ടിങ് ബ്രില്യൻസ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ദേഷ്യം വരുന്ന നമ്മളെ തന്നെ ആ ഒരു ഒറ്റ സെക്കൻഡ് നമുക്ക് കരയുന്നൊരു വക്കിലെത്തിക്കും. അടുത്ത സീക്വൻസ് തൊട്ടടുത്ത സീൻ തന്നെ വേറെയാണ്. അത് ഭയങ്കര ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. അതെനിക്ക് നേരിട്ട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഈ ഒരു അവസരം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സന്തോഷം. അടിപൊളിയായിരുന്നു ചേട്ടാ. അജീഷ് അത്രയും ഇപ്പം അത് കുറച്ചും കൂടെ റീൽസിലൊക്കെ OTT വന്നതിന് ശേഷം തമിഴ് ഓഡിയൻസ് കുറെ കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പൊന്മാൻ നമ്മളിപ്പോൾ ഇൻസ്റ്റയൊക്കെ എടുക്കുമ്പോൾ ഫുള്ള് തമിഴ് റീൽസ് ആണ് അതിന്റെ തമിഴ് ഡബ്ഡ് റീൽസ് ആണ് അതിന്റെ വരുന്നത്. ഈ പൊന്മാന്റെ സമയത്താന്ന് തോന്നുന്നു ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, വള്ളം തുഴയാനൊക്കെ പഠിച്ചു, കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, നടുക്ക് പോയി ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞു. ഇതിനു വേണ്ടി എന്തെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ട് പഠിക്കേണ്ടി വന്നോ? ഇതിനു വേണ്ടി മുടി പൊഴിയാൻ ഇത് മുടി കളർ അടിച്ച കാരണം വെറൈറ്റി ആയിട്ട് ഏത് ഇതാണ് മുടി. ഈ ലാസ്റ്റ് ഇങ്ങനെ കുൻഫുവിന്റെ പോലെ എന്തൊക്കെയോ ട്രെയിലറിൽ എന്തോ അടിയിടിയൊക്കെ കണ്ടതൊക്കെ പഠിക്കേണ്ടി വന്നോ? ഇല്ല, അതൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ഞാൻ ബ്ലാക്ക് ബെൽറ്റ്, കളരി അതൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ. എളുപ്പമായിരുന്നു. എനിക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഡാൻസ്, പാട്ട്, ആയോധന കലകൾ, ഇതൊക്കെ, കുതിര സവാരി, കുതിരയോട്ടം. എന്ത് പറ്റി വെള്ളം തൊഴയാൻ മാത്രം പഠിക്കാതെ പോയത്? വീടിന്റെ അടുത്ത് അങ്ങനെ കായലും, ഞാൻ വയനാടല്ലേ, വയനാട് കായലൊന്നും ഇല്ല, അതുകൊണ്ട് പറ്റിയില്ല, അതിനുള്ള സാഹചര്യം കിട്ടി. ചെറിയ തോടുണ്ട്, പക്ഷെ അവിടെ വള്ളം ഇടാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് വള്ളം ഇടുമ്പോഴേക്കും തോട് കവറായി പോകും. വള്ളത്തിന്റെ ഒരു അറ്റം കരയിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തുഴയാൻ നോക്കി, പക്ഷെ വഞ്ചി മൂവ് ചെയ്തില്ല. സ്വിമ്മിങ് പഠിച്ചവരെ തറ കിടന്നുണ്ട്. അതെ, ഓക്കെ, ഇത് വിടും. നമുക്ക് അനീഷ്മയുടെ തരും. ഇവരെന്നെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കും. അനീഷ്മയുടെ ബയോയിലാണെങ്കിലും ഒരു നല്ലൊരു റീല് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നില്ല, സിനിമയിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്. ആ ഒരു പോസ്റ്റർ വന്നതിന്റെ, ഞാനൊക്കെ ആണെങ്കിലും അപ്പുറത്തിരുന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച് ഇപ്പുറത്തായി പോയ ആളാ. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാ മതി. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്? ഇമോഷണലി ഒരു ഇത് പറയുമ്പോ ഇല്ല, എന്നെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ എല്ലാ ആശംസകളും. സത്യം, ചേട്ടനൊക്കെ വിചാരിച്ചാൽ നടക്കും. ഞാൻ വര ഓഡീഷന് വരാം, ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്താൽ മതി. തീർച്ചയായും. അപ്പം അങ്ങനെ വന്ന ഒരാളാണ്. ബയോയിലാണെങ്കിലും ജസ്റ്റ് ഒരു വരി ഇട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ഇൻസ്പിറേഷനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരാൻ ആഗ്രഹമുള്ളവരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഇതിലേക്കും ശിവേട്ടൻ എന്നെ ഓഡിഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഓഡിഷന് കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ച പാടുണ്ട് ഐ ആം കാതലൻ, അത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഇങ്ങനെ കുറേ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം ഇറങ്ങുമ്പോൾ എല്ലാ പടത്തിൻ്റെ ഓഡിഷൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയം സത്യസന്ധത.
അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ശിവേട്ടൻ വിളിക്കുന്നത്. അപ്പം ഇതിലെങ്ങനെയെങ്കിലും ഒക്കെ സെലക്ട് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നതിന് കുറച്ച് മുന്നെയാണ് ബേസിലായിട്ടും രാജേട്ടൻ, സുചേട്ടൻ, സുരേഷ് ചേട്ടനൊക്കെ ഉള്ളതെന്നൊക്കെ അറിയണം. അപ്പം എന്നിട്ടും എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു കിട്ടുമെന്നൊന്നും. എന്നാലും പോകണം എന്ന് ഭയങ്കര പോയി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 റൗണ്ട് കഴിഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്യണം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഓഡിഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ കിട്ടുക, ഇത്രയും ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയും. ജെസ്സി എന്ന ക്യാരക്ടറിന്റെ പേര്. നോർമൽ ഒരു പാവം കുട്ടി, പ്ലേഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പാവമാണ്. അപ്പം അങ്ങനെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഈ ടീമിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം അതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ പുതിയത് വരാൻ ആഗ്രഹിക്കുന്നുള്ളവര് ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതെ, ട്രൈ ചെയ്തോണ്ടിരിക്കുക. കാസ്റ്റിംഗ് കോൾ ഒക്കെ വരുമ്പോ എല്ലാം അയച്ചു കൊടുക്കുക. ഓഡീഷൻസിനൊക്കെ ഓഡിഷൻ അയച്ചു കൊടുക്കുക. ഇപ്പൊ എല്ലാ പടത്തിനും ഓഡീഷൻസ് ഉണ്ടല്ലോ അല്ലേ? ഒരുപാട് പടങ്ങൾ ഇപ്പൊ കാസ്റ്റിംഗ് കോൾ വിടുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച ആയിട്ടുള്ള ആവാൻ സാധ്യതയില്ല, അജു ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അജു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബ്ബിങ്ങിന് മിന്നൽ മുരളിയുടെ സമയത്ത് എന്താണ് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എന്തോ ഏതോ ഒരു സീൻ ആൾക്ക് അത്ര ഒരു പോരാന്ന് അങ്ങനെ എന്തോ തോന്നിയ സമയത്ത് ഇത്രയും വലിയൊരു ഡയറക്ടറായിട്ട് പോലും ബേസിൽ ചേട്ടൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ അത് ശരിയാവുമോ എന്ന് എന്തോ റിക്വസ്റ്റ് ചെയ്ത് വേറെ ഒന്ന് നോക്കിക്കൂടെയും ചോദിച്ചപ്പോൾ അത് അപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും പിന്നെ വന്നപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ആ ഒരു സജഷൻ കറക്റ്റായിട്ട് എടുത്ത് സീൻ മാറ്റി. അത് കേൾക്കേണ്ട ആവശ്യം ബേസിലായിട്ടില്ല, അത്രയും വലിയൊരു ഡയറക്ടറാണ്, പക്ഷെ എങ്കിൽ പോലും ആ ഒരു സജഷൻസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ചേട്ടൻ ഇതുപോലെ ഏതെങ്കിലും സിനിമയ്ക്ക് വേറെ ആൾക്കാരെ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ തന്നെ ഡയറക്ടർ എന്ന് പറയുന്നത് മിന്നൽ മുരളിയുടെ അസോസിയേറ്റ് ഉണ്ടായിരുന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ സജഷൻസ് ഒക്കെ പറയാറുണ്ടോ എന്തെങ്കിലും? അജു വർഗീസ് പറഞ്ഞത് ശരിയാണോ എന്ന് ആദ്യം പറയാം. അത് സത്യമാണോ ആദ്യം പറയാം. അല്ല, അത് അങ്ങനെ ഒരു ലാസ്റ്റ് മിന്നൽ ടോവിനോ ജയിലിൽ പൊളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ അജുവേട്ടൻ്റെ ഒരു റിയാക്ഷൻ ഷോട്ടുണ്ട്. അത് അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നത്. അത് അജുവേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ എഡിറ്റിൽ വീണ്ടും ആ ഷോട്ട് എടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, ഇതിനേക്കാൾ നല്ലത് ആ ഷോട്ടാണെന്ന് തോന്നിയപ്പോൾ മാറ്റിയത്രേ ഉള്ളൂ. അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമുക്ക് ഇതുപോലെ ചേട്ടൻ പറയാറുണ്ടോ ഇങ്ങനെ? അല്ല, അതാ പറഞ്ഞ അങ്ങനത്തെ ചെറിയതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറയാ. അത് ഉപദ്രവിക്കാത്ത രീതിയിൽ അവരെ കൺഫ്യൂസ്ഡ് ആവാത്ത എല്ലാവർക്കും ആ ഒരു സ്പേസ് ഉണ്ട്. എനിടെ എന്ത് വേണമെങ്കിലും പറയാം, ഓപ്പൺ ആയിട്ട് പറയാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയാനുള്ളതൊക്കെ പറയാ, ഐ മീൻ പറയേണ്ടത് പറയണം. എന്നാൽ അത് കൺഫ്യൂസ്ഡ് ആക്കുക അല്ലെങ്കിൽ അവരുടെ വേറെ രീതിയിൽ സിനിമേനെ ബാധിക്കുന്ന രീതിയിലോ അവരുടെ ഒരു കൺവിക്ഷനെ ബാധിക്കുന്ന രീതിയിലോ ആണെങ്കിൽ പറയാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ, കാരണം ചിലപ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ശരിയാവണമെന്നില്ല എപ്പോഴും. കാരണം നമ്മൾ കാണുന്ന സിനിമകളോ ചിലപ്പോൾ അതായിരിക്കില്ല അവർ കാണുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ടാവുമല്ലോ. എല്ലാ പടങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. സിനിമയ്ക്ക് ഗുണകരമാവുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആരായാലും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പം കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ കോമൺ ആയിട്ട് കേട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ സ്കിബിഡി, പൂക്കി, ഈ വാക്കുകളുമായി ബന്ധപ്പെട്ടതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ബട്ട് ഇപ്പോൾ ഈ മരണമാസ സിനിമയെ പറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 വാക്കിൽ പറയാനാണ് എന്തൊക്കെയായിരിക്കും പറയുക? ഈ മരണമാസ് ഫിലിമിനെ ഒരു 3 വാക്കിൽ ചുമ്മാ ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയും? ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ. ഒരു പൂക്കി, നല്ല റിസുള്ള ഒരു ഓറയുള്ള ഒരു സിനിമയായിരിക്കും. ഈ റിസ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്. എന്താ ചോദിച്ചെന്നറിയോ? ഇതിന്റെ അർത്ഥം എടുത്താൻ വെച്ചിട്ടുണ്ട്. റിസിന്റെ ഇപ്പൊ ഞാൻ പറയാമായിരുന്നു. പറഞ്ഞോ? ഇതിലുണ്ട്, ഇപ്പൊ പറഞ്ഞുതരാം. റൊമാൻറ്റിക്. someone we love. ക്യൂട്ട്, റൊമാൻറ്റിക്. അത് വാക്കിന്റെ അർത്ഥം അറിയില്ല നിങ്ങൾക്ക്? അപ്പൊ സ്കിബിഡി എന്താ? പന്നൻ, വ്യാളി. ബാഡാണ് പറയാറ്. അർത്ഥം കൊണ്ട് സ്പെല്ലിങ് അറിയില്ല. ഇങ്ങനത്തെ കുറെ വാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ ബാക്കി ചോദിക്കണ്ടല്ലോ. നമുക്ക് കുറെ ഉണ്ട് കേട്ടോ. സ്ലേ അറിയോ? സ്ലേ, ഡൂയിങ് സംതിങ് റിയലി വെൽ. ഡ്രിപ്പ്. സ്റ്റൈലിഷ് ഓർ എക്സ്പെൻസീവ് ഡ്രസ്സിംഗ്.
വലിയ സംഭവം കേട്ടോ. ഫ്ലെക്സ് ട്രിപ്പിലാണല്ലോ ട്രിപ്പിലാണല്ലോ കുറച്ച് റിസിൽ വരാൻ വേണ്ടിട്ടാണോ? ഫ്ലെക്സ് ഫ്ലെക്സ് ആ അതെ മറ്റേ ഫ്ലെക്സ്. ഫ്ലെക്സ് ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. അല്ല, ഷോയിങ് ഓഫ് അച്ചീവ്മെന്റ്സ് ഓർ പൊസിഷൻസ്. ഓക്കെ. നമ്മൾ എന്തെങ്കിലും അവരുടെ അതൊരു ഫ്ലെക്സ് ആണ്, അവർ കഴിവാണെന്നൊക്കെ പറയുന്ന പോലെ യൂസ് ചെയ്യാറുള്ളത്. ചെയ്താലേ ഫ്ലെക്സി വരത്തുള്ളൂ. ഇതെനിക്ക് വായിക്കാൻ അറിയാൻ പാടില്ല. ഇതിന്റെ സ്പെല്ലിംഗ് ഏതാണോന്ന് എനിക്ക് അറിയത്തില്ല. ഗൂഫി, ഐ മീൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിഞ്ഞൂടാ. ഗൂഫി, GOOFI, ഗൂഫി എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. സില്ലി ഓർ ഫണ്ണി ഇൻ എ ഡം വേ. ഗൂഫി, ഗൂഫി കേട്ടിട്ടുണ്ട്. അത് ഇപ്പൊ പക്ഷെ പണ്ട് മുതലേ ഉള്ളതാണ്. പുതിയ വാക്കല്ലല്ലോ. അതെ. സിഗ്മ പോസ്റ്ററിൽ എന്താ സിഗ്മ? സിഗ്മ എന്ന് പറഞ്ഞാൽ ലോൺ വുൾഫ്, ലോണർ. നിങ്ങൾ ആരെങ്കിലും കോളേജ് ടൈമിൽ ഒരു സിഗ്മ വിളിച്ചിട്ടുണ്ടോ? ചേട്ടൻ സാധ്യതയില്ല. കോളേജിൽ പോയാലല്ലേ ആകെ ബേസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അത് മറ്റേ ബാച്ച് ഡ്രസ്സിന് അതിനൊരു സാഹചര്യം ഉണ്ട്. ഓരോ ദിവസം ഓരോ ഡ്രസ് ഇട്ട് പോകാനെ കൊണ്ടാണ് അഡ്മിഷൻ പോലും എടുത്തത്. അത് CAT വലിയ ടോപ്പ് കോളേജ്. നിങ്ങൾ ചിരിക്കുന്നു. നിങ്ങൾ കോളേജിൽ പോലും പോയിട്ടില്ലല്ലോ. നീയാണ്. ഓക്കെ, ഞാൻ ആ ചോദ്യം തിരിച്ചെടുത്തു. ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ, അത് വിടാം നമുക്ക്. അത് കുറെ ഉണ്ട്, അത് പറഞ്ഞോണ്ടിരിക്കേണ്ടി ഒരു ഫുൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വേണ്ട, ഫോർവേഡ് ചെയ്താൽ മതി, ഞങ്ങൾ വായിച്ചു നോക്കി. ഞാൻ അയച്ചു തരാം. നമുക്കിത് വിടാം. നമുക്ക് വേറൊരു ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഇത് സിമ്പിളാണ്, എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റും. എങ്കിലും ആദ്യം പറയുന്നവർക്ക് പോയിന്റ്. ഓക്കെ, സിനിമയുടെ പേര് മരണമാസം ആയതുകൊണ്ട് തന്നെ മലയാളം സിനിമയിലെ കുറച്ച് മരണമാസമായിട്ടുള്ള ഡയലോഗുകൾ എടുത്തിട്ടുണ്ട്. മരണമാസം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ എന്നുള്ളതല്ല, കുറച്ച് ഹിറ്റ് ഡയലോഗ്സ്, പല ഇമോഷൻസിലായിരിക്കും ഹിറ്റ് ഡയലോഗ് എടുത്തിട്ടുണ്ട്. അറിയുന്നവർ ആദ്യം പറയാം ഏത് ഫിലിമാണെന്നും ക്യാരക്ടറിന്റെ പേരോ അല്ലെങ്കിൽ ആക്ടറിന്റെ പേരോ പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നാടകം കളിക്കുന്നവർ എന്താണോ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടിക്കറിയും തെറ്റാതെ ഡയലോഗ് പറയാൻ പറ്റുവാണോ നിനക്കൊക്കെ? കൈവക്കിയിട്ട് കാര്യമില്ല, അപ്പൊ തന്നെ പറയണം. പോയി ഒരു പോയിന്റ്. ലോക്കൽ ഹിസ്റ്ററി ഇതുവരെ എഴുതപ്പെടാത്ത ഒരു ചരിത്രം ഇവിടെ എഴുതപ്പെടാൻ പോകുന്നു. ലോക്കൽ ഹിസ്റ്ററിയിൽ ഇതുവരെ എഴുതപ്പെടാത്ത ഒരു ചരിത്രം ഇവിടെ എഴുതപ്പെടാൻ പോകുന്നു. ക്ലൂ വേണോ? ഇതാ, ഐ മീൻ സിനിമയില് ഒരു ക്ലൂ അല്ല ഞാൻ പറയുന്നത്. ഈ സിനിമ ഇന്നലെ ഒരു ഹിസ്റ്ററി റെക്കോർഡ് ഇട്ട് ഇവിടെ. അതുമായി ഇന്ദ്രജിത്ത് മറ്റേ കമ്പ്യൂട്ടറിൽ പറയുന്നു. സുമ്മാവാ. നമ്മൾ ജയിക്കാത്തടത്ത് വേറൊരാൾ ജയിക്കാൻ നമ്മൾ കാരണമാവുന്നത് നമ്മുടെ ജയം തന്നെയാണ്. പോരട്ടെ, ക്ലൂ. പൂരങ്ങളുടെ പൂരമായ ഓക്കെ. ഇപ്പൊ ആർക്കൊക്കെ പോയിന്റ്? ചേട്ടൻ മാത്രല്ലേ ഉള്ളൂ. ഇത് സിമ്പിളാ, പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരു പോയിന്റ് കിട്ടും. ബോഡി ഷേമിങ് ചെയ്യുന്നോടാ പട്ടികളെ. നിവിൻ പോളി. അതിന് മുന്നേ ഇവിടെ മൊത്തത്തിൽ പറഞ്ഞു. വെല്ലുവിളികളാവാം, പക്ഷെ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവരോടാവരുത്. വെല്ലുവിളികളാവാം, പക്ഷെ അത് നിങ്ങളെക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവരോടാവരുത്. മമ്മൂക്കൊന്നും അല്ല. അയ്യോ, ഈ ക്ലൂ പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ചിന്നാടന്റെ വണ്ടിയിൽ സ്പിരിറ്റ്. പരമശിവം. രാമശിവൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കൊല്ലൂന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും.
ഇത് നമ്മുടെ രാവണപ്രഭു. ഒന്നും അല്ല. അല്ല, ഇത് കലാഭവൻ മണി നമ്മുടെ ഇത് MLA. MLA ഒന്നും അല്ലല്ലോ. അല്ലല്ല ഇത് ചോട്ടാ മുംബൈ. ഞാനാ പറഞ്ഞ ചോട്ടാ മുംബൈ. അല്ലെ MLA മാണിയുടെ ഒരു പടത്തിന്റെ പേര് MLA. പത്താം ക്ലാസ്സും കുസ്തിയും മണ്ടൊരു പടത്തിന്റെ ഇതിനെ പോയിട്ട് എനിക്കാണ്, ഞാനാണ് ആദ്യം. ഓക്കെ ഇതും പറയും അഹങ്കാരത്തിന് കയ്യും കാലും വെക്ക എന്നിട്ട് പെണ്ണെന്ന് പേര് ആനന്ദപുരം. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ. എന്താ പറയാത്തെ? അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ തരാം. എന്നാ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ വക്കീലും ഞാൻ പറഞ്ഞു അല്ലത്. എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, വേണമെങ്കിൽ അത് ലൂസിഫർ, ടൊവിനോ തോമസ്. ഞാൻ ഇട്ട് തന്നിട്ട് പോലും അറിയുന്നില്ലല്ലോ. കണ്ടോ, ഇതൊക്കെ അറിയുന്നതല്ലേ. അടുത്ത ബേസിലെടുക്കും. ഇത് ചേട്ടൻ തന്നെ പറയണം. അങ്ങനെ എല്ലാവർക്കും പറയാം, പക്ഷെ ഇത് ചേട്ടൻ പറയും. ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ മോശം. മിന്നൽ മുരളിക്കകത്തായിരിക്കും ഞാൻ പറയാം. അത് രണ്ടും അല്ല. അയ്യേ, കുഞ്ഞിരാമൻ. ടീച്ചർ വലുതാകുമ്പോ ആരാവണമെന്ന് ചോദിച്ചപ്പോ ഞാൻ രാമായണം പറഞ്ഞു. ബാക്കി ഡയലോഗ് ബാക്കി ഡയലോഗ് പറഞ്ഞില്ലേ? അയ്യോ, ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. തീർന്നു പോയി. എല്ലാവരും ഈക്വൽ ആണ്. അല്ലല്ല, എനിക്ക് 4 പോയിന്റ്. പൂച്ച അങ്ങനെ ഒരു സിനിമ പോലും ഇല്ല. ക്രിസ്ത്യൻ പ്രദേശ് ലോകനാഥൻ IAS ലോകനാഥൻ ക്രിസ്ത്യൻ പ്രദേശിനകത്ത് സ്വന്തം ഡയലോഗ്. സ്വന്തം ഡയലോഗ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു, പക്ഷെ ചേട്ടനാ ജയിച്ചത്. ജയിച്ചതിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടായിരിക്കും തോക്കടി ഇങ്ങനെ. ഇപ്പൊ ബേസിലേട്ടന്റെ പൊന്മാൻ സിനിമ കഴിഞ്ഞതിന് ശേഷം പല സിനിമകളുടെ ലുക്സ് ഒക്കെ കൂടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ഹാർഡ് കോർ ദിലീപ് ഫാൻ ആണെങ്കിലും പറയുക, ദിലീപ് ഏട്ടന്റെ ഇപ്പൊ പുതിയ ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അത് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു 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 ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. എനിക്ക് അത് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് ഞാൻ എൻ്റെ കരിയറാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ ഫിലിമോഗ്രഫിയാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. ദിലീപേട്ടൻ അദ്ദേഹം കുറെ കാലങ്ങളോളം ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു പേരല്ലേ. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ സ്നേഹത്തോടെ വിളിക്കുന്നതായിരിക്കാം, എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് താല്പര്യമില്ല. ഇപ്പം പൃഥ്വിരാജ് സാറിന്റെ പഴയ ഇന്റർവ്യൂസും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പണ്ടേ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ ചേട്ടൻ്റെ ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞു. പൊന്മാനിൽ ഇപ്പം ഡയറക്ഷനിലാണെങ്കിലും ഒക്കെ സാറ് ഇടയ്ക്കിടയ്ക്ക് സാറ് കയറി വരുന്നത്. ചേട്ടൻ ഭയങ്കര സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇൻ ഫ്യൂച്ചറിൽ ചേട്ടന് എന്തെങ്കിലും ഇപ്പൊ ഇതുപോലെ പ്രഡിക്ഷനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എങ്ങനെ ആവണം എന്നാ പറയാനുള്ളത്? നമുക്ക് കുറെ 10 വർഷം കഴിയുമ്പോൾ നോക്കാമല്ലോ. അല്ല, ചേട്ടന്റെ ആഗ്രഹം എന്താണ്? അല്ല, ഇനിയും കുറെ പോവാനുണ്ട്, കുറെ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് പറയത്തില്ലെന്നാ എന്റെ മനസ്സിലുണ്ട്. അത് ചെയ്ത് കാണിക്കും. ഓക്കെ. ഇപ്പൊ ഏറ്റവും കൂട്ടത്തിൽ പുതിയ സെലിബ്രിറ്റി ഇങ്ങനെ ബഡ്ഡിങ് കയറി വന്ന് ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ഈ ഒരു സെലിബ്രിറ്റി ലൈഫിലെ ഒരു നെഗറ്റീവും പോസിറ്റീവും എന്താ? അങ്ങനെ സെലിബ്രിറ്റി ഒന്നും അങ്ങനെ ഇല്ല. അപ്പം അപ്പൊ അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവ് ഒന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഏറ്റവും ഒരു സന്തോഷം തോന്നിയ കാര്യം എന്താ സിനിമയിലൊക്കെ? സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ നല്ല നല്ല ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക, ടീമിൻ്റെ കൂടെ എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇത്രയും നേരം കൂടെ നിന്നതിനും ഞാൻ ആദ്യം എന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയ ക്ഷമിക്കണേന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും ഫുൾ എന്നെ എയറിലാക്കി. ഇന്റർവ്യൂ ഇറങ്ങുമ്പോൾ ഞാൻ ഫുൾ എയറിലായിരിക്കും. ഞാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അൾട്ടിമേറ്റ് ഊക്കായിരുന്നു. ഈ
ഈ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടോ? എല്ലാത്തിനും എനിക്ക് ഊക്കാ വന്നിരിക്കുന്നത്. എങ്കിലും ഇത്രയും സഹകരിച്ച് എന്നെ ഒന്ന് ഫ്രീ ആക്കി തന്നു. ഇത് കുറവായിരുന്നോ? അയ്യോ ആണോ? എനിവേസ് മരണ മാസ് പടമാവട്ടെ, സൂപ്പർ ഹിറ്റ് ആവട്ടെ. ട്രെയിലറിലും പോസ്റ്ററിലും ഒക്കെ കണ്ട ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും അതിലും അടിപൊളിയായിട്ട് ഓഡിയൻസിലേക്ക് കൺവേ ആവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.